കുട്ടികൾ പഠിക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് വേറെ എവിടെയോ ആണ്. ഫോക്കസ് ആണ് പ്രശ്നമെങ്കിൽ ഈ ഒരു 5 ടെക്നിക്സ് യൂസ് ചെയ്തു. ഫസ്റ്റ് വൺ, പൊമഡോറോ ടെക്നിക്. അതായത് ഒരേ സമയം കുറേ നേരം ഇരുന്നിട്ട് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ബുക്ക് ഇരുന്ന് പഠിക്കാണ്ട് നമ്മൾ ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്തിട്ട് പഠിക്കുക. അതായത് 25 മിനിറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. കാരണം ഒരേ സമയം ഒരുപാട് പഠിക്കുന്ന സമയത്ത് എല്ലാം കൂടി നമ്മുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മളൊരു ബ്രേക്ക് എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മളൊന്ന് റീഫ്രഷ് ആയിട്ട് വന്ന് ഇരിക്കുന്ന സമയത്ത് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഏറ്റവും പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു ഏരിയ തിരഞ്ഞെടുക്കുക. അതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ മുഴുവൻ സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ മെറ്റീരിയൽസ് നമുക്ക് പഠിക്കാൻ വേണോ അത് മുഴുവൻ നമ്മൾ വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ. പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ആ ബുക്ക് എടുത്തില്ല അല്ലെങ്കിൽ ഈ പെൻ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട് എല്ലാ മെറ്റീരിയൽസും റെഡിയാക്കിയിട്ട് ഏറ്റവും പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പഠിക്കാൻ നമുക്ക് തോന്നുന്ന ഒരു ഏരിയയിൽ നമ്മൾ അതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ. മൂന്നാമത്തെയാണ് ആക്റ്റീവ് സ്റ്റഡി. ആക്റ്റീവ് സ്റ്റഡിയിൽ വരുന്ന ഒരു കാര്യമാണ് ഉറക്കെ വായിക്കുക എന്നുള്ളത്. നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമ്മൾ മൈൻഡ് റീഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ട്. പക്ഷേ അതിന് പകരം നമ്മൾ വായിക്കുമ്പോൾ ഉറക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് എന്തൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ ബ്രെയിനിന് തോന്നുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കും. അതുപോലെ ആക്റ്റീവ് സ്റ്റഡിയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് വിഷ്വൽ ഇമേജസ് വെച്ചിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി ഇമേജസ്, കളർഫുൾ ഇമേജസ് ഒക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ഫ്ലോ ചാർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് കാർഡ് ആയിക്കോട്ടെ, ഇമേജസോ മൈൻഡ് മാപ്സ് ഒക്കെ വെച്ചിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ നമുക്ക് അതിനകത്തേക്ക് കിട്ടും. അതുപോലെ നമുക്കത് മെമ്മറി റിട്ടൻഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് വേറൊരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്ന രീതിയിൽ, വേറൊരാളെ ടീച്ച് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക എന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കും. ഇപ്പോൾ നമുക്ക് വീട്ടിലുള്ള സിബ്ലിങ്സിനെ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പില്ലോ ആണെങ്കിലും ഒരു ടെഡ്ഡി ബിയർ ആണെങ്കിലും നമ്മൾ അതിനെ നോക്കിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ ഒരു ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഓരോ ഇൻഫർമേഷൻസും ഒരു പോയിന്റ് പോലും വിട്ടു പോകാണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോന്നും വൃത്തിക്ക് പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അത് കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. നാലാമത്തെ കാര്യമാണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കുക എന്നുള്ളത്. ഓരോ കുട്ടീനെ സംബന്ധിച്ചും ആ കുട്ടി സ്കൂൾ വിട്ട് വരുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, പഠിക്കുന്ന സമയമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ടൈമിനനുസരിച്ച് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 7 to 10 വരെ പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെന്ന് ഇരിക്കട്ടെ. ആ കുട്ടിയുടെ ആ ഒരു 3 മണിക്കൂറിൽ എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, ഏതൊക്കെ ഹോംവർക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം വേണം നമ്മൾ അന്ന് പഠിക്കാനിരിക്കാൻ. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ആ ഒരു സമയം നമ്മൾ മുഴുവൻ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അങ്ങനത്തെ മുഴുവൻ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം കിടക്കാൻ ആ ഒരു 3 മണിക്കൂറിൽ. ഈ ഒരു കാര്യം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 21 ഡേയ്സ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 22nd ഡേ ഓൺവേർഡ്സ് നമ്മളത് ഹാബിറ്റായിട്ട് മാറിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ആ ഒരു ടൈമിൽ 7 to 10 എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്നും പഠിക്കാൻ പറ്റും നമുക്ക്. അഞ്ചാമത്തെ കാര്യമാണ് നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ ബോഡി പാർട്സ് ഒക്കെ ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബ്രെയിൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ബോഡി പാർട്സ് ഒന്ന് മൂവ് ചെയ്ത് നമ്മൾ നന്നായിട്ട് 2-3 ബ്രീത്തൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്ന സമയത്ത്, വെള്ളമൊക്കെ കുടിച്ച് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ, പുതിയ ഇൻഫർമേഷൻസ് നമുക്ക് കൂടുതലായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു 5 മെത്തേഡ്സ് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ അറ്റൻഷനും ഫോക്കസും ഒക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്